ആരാധന ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിന്നിടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമി ആരാധന ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. സകല സൃഷ്ടിയുടെയും ഉറവിടമായ ദൈവം ഇതായി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ ഭവനങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ പുതുക്കുന്ന ദിനമാണ്. ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹത്തിനും നമുക്ക് നന്ദി പറയാം. നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയ ഭക്തി സഭ പ്രത്യേകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് ഈ ജൂൺ മാസത്തിൽ. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച രക്തവും വെള്ളവും നമുക്ക് ജീവനും വിശുദ്ധി നൽകുകയാണ്. പൊന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കുരിശിൽ കിടക്കുമ്പോൾ
അവൻ രക്തത്തോടൊപ്പം ജലവും ഒഴുക്കിയെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. ഈ വിശുദ്ധീകരണത്തിനായിട്ട് അനുതാപത്തിൻ്റെ ഗാനം പാടി എന്നെ ഉച്ചം തലം മുതലുള്ള കാല് വരെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ പാരമ്പര്യ കെട്ടുകളിൽ നിന്ന്, ശുദ്ധ പ്രയോഗങ്ങളിൽ നിന്ന്, മറ്റന്ധകാര ശക്തികളിൽ നിന്ന്, ദുഷ്ട മനുഷ്യരിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് കണ്ണുനീരോടെ വേദനയോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, എൻ ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധി
എല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ദൈവവചനം നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 14 തിരുവചനം. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടാൽ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ മാസം ആദ്യ വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ പരിശുദ്ധമായ അൾത്താരെ സമീപിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും തിരുഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ സംരക്ഷണവും അനുഗ്രഹവും ഞാൻ നിങ്ങൾക്കായിട്ട് നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിളിൽ വ്യത്യസ്തങ്ങളായ ഹൃദയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിർമ്മലമായ ഹൃദയം, കഠിനമായ ഹൃദയം, നിഷ്കളങ്കമായ ഹൃദയം, അചഞ്ചലമായ ഹൃദയം എന്നു തുടങ്ങി ഹൃദയത്തെ വളരെയേറെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിൽ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴോ വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഹൃദയത്തിൻ്റെ ധർമ്മം വിശുദ്ധീകരണമാണ്. മനുഷ്യ ശരീരത്തിലെ അശുദ്ധമായ രക്തത്തെ ഹൃദയം സ്വീകരിച്ച് ശുദ്ധീകരിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ധമനികളിലൂടെ അയക്കപ്പെടുന്നു. ഇപ്പൊ ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം നിലച്ചു എന്നാണ്. ഈശോയുടെ തിരുഹൃദയം സ്നേഹാഗ്നിയാൽ കത്തിജ്വലിക്കുന്ന ഹൃദയമാണ്. നമ്മളൊരു ഭവനം പണിയുമ്പോഴും അത് പ്രതിഷ്ഠിക്കുന്ന സമയത്ത്, ഒരു ഓഫീസ് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമാണ്. എൻ്റെ ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിൽ എനിക്ക് അഭയമല്ലണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും നാം ഉണർന്ന് നോക്കുന്നത് ഈശോയുടെ ഹൃദയത്തിലേക്കാണ്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ ഹൃദയത്തിലെ നോക്കി പ്രാർത്ഥിക്കുന്നു. ഒരു യാത്രയ്ക്കായി ഭവനത്തിൽ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്നു. പൊന്ന സഹോദരങ്ങളെ, ഒരിക്കൽ ഞാൻ മതബോധന ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? കുട്ടികൾ ഓരോ വിധത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. അല്പം കുസൃതനം കൂടുതലുള്ള ഒരു കുട്ടി പറഞ്ഞു, അച്ചോ, ഈശോയുടെ ഹൃദയം പുറത്തും നമ്മുടെ ഹൃദയം അകത്തുമാണ് അച്ഛ. ഈശോയുടെ ഹൃദയം പുറത്തും നമ്മുടെ ഹൃദയം അകത്തുമാണ്. അല്പം വികൃതിയുള്ള ഈ ഉത്തരം കേട്ടപ്പോൾ അല്പം ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഈ കുട്ടി അവൻ്റെ ഓർമ്മ വെച്ച നാള് മുതൽ അവൻ കണ്ടു വളർന്നിട്ടുള്ളത് ഈശോയുടെ ഛായാചിത്രം നോക്കിയാലും തിരുസ്വരൂപം നോക്കിയാലും ഈശോയുടെ ഹൃദയം പുറത്താണ്. എന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയം അവൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. നിഷ്കളങ്കമായ ഹൃദയമാണോ എനിക്കുള്ളത്? നിർമ്മലമായ ഹൃദയമാണോ എൻ്റെത്? അചഞ്ചലമായ ഹൃദയമാണോ? അതോ കഠിനമായ ഹൃദയമാണോ? പാപപങ്കുലമായ ഹൃദയമാണോ? അറിയില്ല.
എന്നാൽ ഈശോയുടെ ഹൃദയം പുറത്ത് കാണുന്നത് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയമാണത്. കാണാൻ സാധിക്കുന്നു. പ്രകാശം കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ്, കാണാൻ പറ്റുന്നുണ്ട്. കുരിശുണ്ട്, മുൾക്കിരീടമുണ്ട്. അവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യത കൊണ്ടും ശക്തി കൊണ്ടും അവന്റെ ഹൃദയത്തിൽ എനിക്ക് അഭയമുണ്ട്. യേശുവിന്റെ കുരിശിൽ അവൻ കിടന്നപ്പോഴും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കുവാൻ തിരുവുള്ളമായി. രക്തം ജീവന്റെ അടയാളമാണ്. വെള്ളം വിശുദ്ധീകരണത്തിന് അടയാളമാണ്. വിശുദ്ധ കുർബാന ജീവന്റെ അപ്പമാണ്, ദിവ്യഭോജനമാണ് ജീവന്റെ. ഇതാ ആ രക്തം ഇവിടെ കാണുന്നു. മാമോദിസായിലൂടെ എന്നെ വിശുദ്ധീകരിക്കുന്ന, എന്നെ പൗത്രീകരിക്കുന്ന ജലം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിലും ഈ ജലവും രക്തവും കാണാൻ സാധിക്കും. അച്ഛൻ ചിന്തകളെ അവസാനിപ്പിക്കുകയാണ്. ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ശക്തിയോടെ ഈ ആരാധനയുടെ ഗീതം പാടാം. കർത്താവേ, നിന്റെ തിരുഹൃദയത്തിൽ എനിക്ക് അഭയം തരണമേ. ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഭവനത്തെയും എൻ്റെ ജോലി സ്ഥലങ്ങളെയും ഞാൻ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു. പാടാം. നമുക്കെല്ലാവർക്കും ഈശോയോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഭവനങ്ങളെയും നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങളെ ആസ്വദിക്കണമേ. സന്തോഷങ്ങളെ ശുദ്ധീകരിക്കണമേ. സങ്കടങ്ങളിൽ ആശ്വാസം നൽകണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പന ലംഘിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ ഉള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ. അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗ്ഗരേത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ. ഈ ആഴ്ചയിൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇന്റർവ്യൂകളിലും ടെസ്റ്റുകളിലും പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പരീക്ഷയ്ക്കായി ഹോൾ ടിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഗൾഫിലും അന്യ ദേശങ്ങളിലുമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. മക്കളെ സമർപ്പിക്കുന്നു. ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ മാസത്തിൽ ഭവനം പ്രതിഷ്ഠിക്കുവാൻ, ഈശോ ഹൃദയത്തിലേക്ക് കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിവാഹങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് സ്ഥിരമായ ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും കാരുണ്യത്താലും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് അങ്ങേ ജനത്തെ കാത്തുകൊള്ളണമേ.
അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഭക്ഷ്യപ്രകാദികളെയും ഞങ്ങളുടെ വസ്തുവകകളെയും തൊഴിലിടങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു. സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ, സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ശിരസ്സ് നമിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. സാഷ്ടാംഗം വീണുന്ന ഏറ്റം മഹത്താമി കൂദാശയേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കിഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിന് തന്നെ ഗജാതന് സ്തോത്രമുണ്ടാകണമെന്നുമെന്നും പാവനാത്മാവിന് ഔവീതം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം സുസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാതന്ത്ര്യമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാമികമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലയണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പ്രിയ സഹോദരങ്ങളെ, നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പാടാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം
ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ. പാപിയമെന്നെ നേടുവതേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകിയ നല്ലൊരു മാസമാണ് ജൂൺ മാസം. ഈ മാസത്തിലെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായിരിക്കട്ടെ ഈ ജൂൺ മാസം. മറക്കരുത്, എല്ലാ കുടുംബങ്ങളിലും കൃത്യമായിട്ട് തിരുഹൃദയ വണക്കം വായിക്കുകയും തിരുഹൃദയ പ്രതിഷ്ഠ പുതുക്കുകയും ചെയ്യുക. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. സർവവന്യ മേരി ലോകമാതാ, നന്മ നേരുമമ്മ.